കഴിഞ്ഞ ആഴ്ച വൈകുന്നേരം ആയപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് പ്ലാൻ. ഷിയാസിക്ക, നൗഫൽ, നിഖിൽ, സാമു സാർ എല്ലാവരും കൂടി നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഐലൻഡിൽ മാബെയ്തുവിൽ വോളിബോൾ കളിക്കാൻ പോകുന്നു. കൂടെ ചെല്ലുന്നതെന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഇല്ല എന്ന് പറഞ്ഞെങ്കിലും മക്കൾ നിർബന്ധിച്ചപ്പോൾ പോയേക്കാന്ന് കരുതി. 7 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളിവിടെ നിന്ന് നമ്മുടെ ഐലൻഡിൽ നിന്ന് പോയത്. ഇവിടുത്തെ നമ്മുടെ ഒരു ടീച്ചർ ആലിയ അവിടെ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഐലൻഡിലെത്തി, മാബെയ്തുവിലെത്തി. ഞാൻ ആലിയയുടെ റെഡിയാവുന്ന വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് ആലിയ ട്രോളാൻ വേണ്ടിയിട്ടല്ലേ ഈ വീഡിയോ എടുക്കുന്നതെന്ന് ആലിയ ചോദിച്ചത്. അങ്ങനെ ആലിയയും അഖിലയും ഞാനും മക്കളും എല്ലാവരും കൂടി വോളിബോൾ കോർട്ടിൻ്റെ അടുത്തേക്ക് പോയി. ആദ്യം അവർ ഫോട്ടോസൊക്കെ എടുത്തു, പിന്നെ വാമപ്പും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു. നൗഫലായിരുന്നു നമ്മുടെ ടീം ഓർഗനൈസ് ചെയ്തത്, എക്സ്പാക്സ് ടീം. നമ്മുടെ ഐലൻഡിൽ നിന്ന് ഷിയാസിക്ക, നൗഫൽ, നിഖിൽ, സാമു സാറ്, മുണ്ടൂന്ന് സൈൻ, ഫൊനദൂന്ന് അജുന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ സ്വന്തം അർജുൻ, മാമന്തൂന്ന് രഞ്ജൻ സാറ്, പിന്നെ വേറൊരു സാറ്, എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ഐലൻഡിൽ ഇവർ സ്ഥിരമായി പ്രാക്ടീസൊക്കെ ചെയ്യുന്നതാണ്. ഈ നമ്മുടെ എക്സ്പാക്സിൻ്റെ വോളി ടീമിൽ ലാമറ്റോളിലെ പല പല ഐലൻഡ്സിൽ നിന്നുള്ള പ്ലെയേഴ്സാണ് കളിക്കുന്നത്. നാടും വീടും ഒക്കെ വിട്ടു നിൽക്കുമ്പോൾ പല പല ഐലൻഡ്സിൽ നിന്നുള്ള നമ്മുടെ നാട്ടുകാരെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, സ്വന്തം ആളുകളെയൊക്കെ കാണുന്ന പോലെയാണ് എനിക്ക് തോന്നാറ്. അങ്ങനെ ഉഷാറായിട്ടൊക്കെ നമ്മുടെ ടീമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. കളിയൊക്കെ കണ്ടാൽ വിചാരിച്ചു ഇപ്പം എല്ലാം സെറ്റാവുമെന്ന്. ഉഷാറായിട്ട് കളിച്ച് 3 എന്ന നിലയിൽ നമ്മൾ തോറ്റതിൻ്റെ സന്തോഷത്തിൽ, ആ സന്തോഷമല്ല കേട്ടോ, സങ്കടത്തിൽ ഷിയാസ്ക്ക് അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ പ്രശാന്ത് സാറിൻ്റെ വീട്ടിൽ നമ്മളെല്ലാവരും കൂടി ചേർന്ന് നൂഡിൽസൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചിട്ടാണ് പിന്നെ പിരിഞ്ഞത്. അഖിലയും ഋഷിയൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. ഋഷി മാബെയ്തുവിലെ നേഴ്സാണ്, ടീച്ചറല്ല. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ആലിയ മെയിൻ ഷെഫായിട്ട് നിന്ന് പാചകമൊക്കെ ചെയ്തു, നൂഡിൽസൊക്കെ ഉണ്ടാക്കി. ഐഷക്കുട്ടി ആസിക്കുട്ടിനൊക്കെ അവിടെ നടന്ന് കളിക്കുമായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ കളിച്ചതിൻ്റെ ക്ഷീണം മാറ്റി ഫ്രഷപ്പൊക്കെ ആയിട്ട് വരുമായിരുന്നു. പിന്നെ എല്ലാം റെഡി ആയപ്പോഴും എല്ലാവരും കൂടി ഇരുന്ന് നൂഡിൽസും ഒക്കെ കഴിച്ചു. ഇത്തവണ തോറ്റതിൻ്റെ ക്ഷീണം അടുത്ത തവണ തീർക്കണമെന്ന വാശിയിലാണ് നമ്മുടെ കൂട്ടരെല്ലാം. എന്തായാലും വെറുതെ ബോറടിച്ച് തീരേണ്ട ഒരു വീക്കെൻഡ് നല്ല ഉഷാറായി നമുക്ക് കിട്ടി, ഒരു ഗെറ്റ് ടുഗദറായിട്ട് തന്നെ കിട്ടി. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് 11:45 ആയപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഐലൻഡിലേക്ക് തിരിച്ചു പോകാൻ ഇറങ്ങി. അടുത്ത കളി എവിടെയാണെങ്കിലും ജയിക്കുമെന്ന വാശിയോടെ. ഈ വീക്കെൻഡിൽ നടന്ന മാച്ചിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്.